അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ സെക്കൻഡ് പ്രൊമോ വന്നിരിക്കുകയാണ്. ജിസൈലിനെയും അനുമോളെയും ഒരുമിച്ച് നിന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടുപേരോടും പറയുന്നുണ്ട് പണിഷ്മെൻറ്റിൻ്റെ കാര്യം. അനുമോളിൻ്റെ അടുത്ത് ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഫിസിക്കൽ അസോൾട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ നിയമ നടപടികൾ എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് അനുമോളോട് പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചപ്പാത്തി കട്ടെടുത്തതിൻ്റെ പേരിലാണെന്ന് അനു പറയുമ്പോൾ തന്നെ. അപ്പോൾ അടുത്ത് കാണിക്കുന്നത് ഗിസൈൽ പറയുന്നുണ്ട് പുള്ളിക്കാരത്തി എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല, എന്നതിന് അഗൻസ്റ്റ് ആക്ഷൻ എടുക്കണം എന്ന് തന്നെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു ഫിസിക്കൽ അസോൾട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ അഗൻസ്റ്റ് ആക്ഷൻസ് ഉണ്ടാവും, പണിഷ്മെൻറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ലാലേട്ടനും പറയുന്നത്. തുടർന്ന് ഗിസൈലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് എത്ര തവണയായി പറയുന്നു, ഞാൻ വന്നു പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ വി ഹാവ് ടു ടേക്ക് ആക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗിസൈലിന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയും ഗിസൈലിന് ഇതുപോലെ ഫസ്റ്റ് വാർണിംഗ് കൊടുത്തതാണ്. ഈ ആഴ്ചയും വന്നിട്ട് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും സാധനങ്ങൾ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇല്ലെന്നേ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിയുടെ എല്ലാ സാധനങ്ങളെല്ലാം തന്നെ ബിഗ് ബോസ് അവരുടെ ടീം വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനി ഒന്നും. പിന്നെ പക്ഷേ പുള്ളിക്കാരത്തി മറ്റുള്ള ആര്യൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല. പക്ഷെ എനിക്കിപ്പോഴും പറയാനുള്ളത് ബാക്കിയുള്ള ഈ അനുവിൻ്റെ പുറകിലെ ശൈത്യ, പിന്നെ ആദില, നൂറ, അവരൊക്കെ മാത്രമേ ഒന്ന് നിൽക്കുന്നുള്ളൂ. ഇതിൽ മെയിനായിട്ടും അനു തന്നെയാണ് ഗിസൈലിന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. വേറെ ആരും അതിനോട് പ്രതികരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. അതെന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അപ്പാനി ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഇവരാരും ഗിസൈലിനോട് അതിന് എതിർത്ത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. ഏതെങ്കിലും ഒരു ഓപ്ഷൻ വഴി പുള്ളിക്കാരത്തെ ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താന്ന് അതും ലാലേട്ടൻ അത് ക്ലിയർ ചെയ്യണം, അതെന്താന്നുള്ളത്. ഉള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ബഹളം വയ്ക്കുന്ന ഒരാളാണ് അനീഷും ഈ ഒരു കാര്യത്തിൽ ഇന്നലെ സൈലൻ്റായിട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ് മനസ്സിലായത്. പിന്നെ കുറച്ചെങ്കിലും ഒന്ന് ചോദ്യം ചെയ്തത് ഷാനവാസാണെന്ന് തോന്നുന്നു. ഷാനവാസ് നല്ല അടിപൊളിയായിട്ട് കളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊമോ എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രൊമോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.